നമസ്കാരം. അത്യാഡംബര കാറുകൾ ഉപയോഗിച്ചുള്ള പ്രൊമോഷൻ ചിത്രീകരണത്തിനിടയിൽ വീഡിയോഗ്രാഫറായ വടകര സ്വദേശി ആൽവിൻ എന്ന 20-കാരൻ മരിച്ച സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉയരുന്നത്. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ടു. ആ എഫ്ഐആറിൽ ആദ്യം രേഖപ്പെടുത്തിയത് ഡിഫൻഡർ എന്ന കാറാണ് അപകടമുണ്ടാക്കിയത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ആ ഡിഫൻഡർ കാറിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ബെൻസ് കാറ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഈ ബെൻസ് കാറ് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള കാറാണ്. ഈ കാറ് ഓടിച്ചിരുന്ന 999 ഓട്ടോമോട്ടീവ് പാർട്ട്ണർ കല്ലിങ്ങൽ വീട്ടിൽ സാബിത്ത് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളയിൽ പോലീസാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം, ഈ ഡിഫൻഡർ കാറിന് അന്ന് നമ്മൾ കാണുമ്പോൾ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പറായിരുന്നു ഉണ്ടായിരുന്നത്. T0124 KL 5921A എന്ന നമ്പറിലാണ് ഈ ഡിഫൻഡർ കാർ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഈ നമ്പറിനെ പറ്റി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് മറുനാടൻ അന്വേഷിച്ചപ്പോൾ ലഭിച്ചത് T0124 എന്ന നമ്പർ ജനുവരി മാസം 2024 ഇഷ്യൂ ചെയ്ത ഒരു ടെമ്പററി നമ്പറാണ് എന്നാണ്. ഈ ടെമ്പററി നമ്പറിൻ്റെ കാലാവധി 6 മാസമാണ്. അതായത് ജൂൺ മാസം വരെയാണ് ഇതിന് കാലാവധി ഉള്ളത്. ഈ 6 മാസം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ ഇതിന് പെർമനൻ്റ് ആയിട്ടുള്ള നമ്പർ ഫിക്സ് ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ ജനുവരി മാസത്തിലെടുത്ത ഈ ടെമ്പററി രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനും ഈ വാഹനം എത്തിയത്. പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ വാഹനത്തിന് ഏപ്രിൽ മാസം തന്നെ പെർമനൻ്റായി രജിസ്ട്രേഷൻ കിട്ടിയിരുന്നു. KL 01BK 0001 എന്ന ഫാൻസി നമ്പറായിരുന്നു. എന്നാൽ ഏപ്രിൽ മാസത്തിൽ ലഭിച്ച നമ്പർ നമ്മൾ ഡിസംബർ മാസത്തിൽ കാണുമ്പോഴും ആ വാഹനത്തിൽ പതിപ്പിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നമ്പർ പ്ലേറ്റുകളൊക്കെ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകളാണ്. HSRP എന്നാണ് ആ നമ്പർ പ്ലേറ്റിന് പറയുന്നത്. ഇത് വാഹനത്തിൽ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ആ കാറ് നൽകിയ ഡീലറാണ്. അതൊരിക്കലും അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പതിപ്പിച്ച് നൽകണമെന്നാണ് നിയമം. അപ്പോൾ ഒന്നുകിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന നമ്പർ പ്ലേറ്റുകൾ അക്കിമാറ്റി, അല്ലെങ്കിൽ ഇതുവരെയും ആ വാഹനം ഈ നമ്പർ ഉപയോഗിച്ച് ഓടിയില്ല. ഈ താൽക്കാലിക നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓടിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു ആശങ്ക പലരും പങ്കുവയ്ക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് 1 വർഷക്കാലമായിട്ട് ഈ വാഹനം മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഈ കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഈ ഒരു സംശയവും. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഉടമ പയ്യനാട് സബീർ ബാബുവാണ്. ഈ സബീർ ബാബുവിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ ഈ കേസ് എങ്ങും എത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കാതിരുന്നതിന് 3000 രൂപ മാത്രമാണ് MVD പെറ്റി ചുമത്തിയിരിക്കുന്നത്. അതാണ് നമുക്ക് അവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് RTOയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ നമ്പർ പ്രദർശിപ്പിക്കാതിരുന്നതിന് 3000 രൂപ പിഴ ഈടാക്കും. ഈ പിഴ ചുമത്തിയതിന് ശേഷം വീണ്ടും ഇത് പ്രദർശിപ്പിക്കാതിരുന്നാൽ 7000 രൂപ പിഴ ചുമത്തും. അങ്ങനെ ഇരട്ടി ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വെറും തുച്ഛമായ 3000 രൂപ മാത്രമാണ് പിഴ ഈടാക്കുന്നത്. അല്ലാതെ മറ്റൊരു നടപടിയും ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുമാണ് RTO പറഞ്ഞിരിക്കുന്നത്. കല്ലിങ്ങൽ കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ഉന്നത ബന്ധങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു പരിധിവരെ അന്വേഷണത്തിൽ പോകാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ എന്തായാലും ഇവരെ തൊടാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനം സാബിത്തും ഒപ്പമുണ്ടായിരുന്ന കേരള രജിസ്ട്രേഷൻ കാർ സാബിത്തിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ മുഹമ്മദ് റൈസുമായിരുന്നു ഓടിച്ചിരുന്നത്. ഈ തെലങ്കാന രജിസ്ട്രേഷൻ കാർ കേരള രജിസ്ട്രേഷൻ വാഹനത്തെ പെട്ടെന്ന് മറികടന്നെത്തി ആൽവിനെ ഇടിക്കുകയായിരുന്നെന്നാണ് വെള്ളയിൽ പോലീസ് പറയുന്നത്. ഈ 2 കാറുകളും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഈ 2ാം കാർ ഓടിച്ച മുഹമ്മദ് റൈസിന് നോട്ടീസ് നൽകി. അപകടമുണ്ടാക്കിയ കാറിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ 2ാം കാറിൻ്റെ വിവരമാണ് ആദ്യം സാബിത്ത് റഹ്മാനും മറ്റും പോലീസിന് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് എഫ്ഐആറിൽ തെലങ്കാന വണ്ടിയുടെ നമ്പർ രേഖപ്പെടുത്താതിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡിഫൻഡർ കാറിനെ പറ്റിയുള്ള ദുരൂഹതകൾ മാറുന്നില്ല. അതൊക്കെ ഇനി മറന്നേക്ക് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. മറ്റ് ഇടപെടലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ഇതിന് പിന്നിലെ സത്യം പുറത്തു വരും. ആർ പിയൂഷ്, മറുനാടൻ TV, കൊച്ചി.